ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ലിസ്റ്റുകൾ എന്ന ടോപ്പിക്കാണ് റിവൈസ് ചെയ്യുന്നത്. ഒരു PYQവും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ചോദ്യം നോക്കാം. കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായ വിശദീകരണം അല്ലാത്തത്? അപ്പോൾ ചോദ്യം എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, അത് ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ അടങ്ങിയിരിക്കുന്നു. പാർലമെന്റ് പാസാക്കിയ നിയമവുമായി എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ സംസ്ഥാന നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. ഈ വിതരണ പദ്ധതി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഡി ഓപ്ഷൻ, എൻട്രി 20A ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും 1976 കൺകറന്റ് ലിസ്റ്റിൽ പുതുതായി ഉൾപ്പെടുത്തിയ വിഷയമായിരുന്നു. ഇതിലേതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ശരിയായ വിശദീകരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആദ്യം നോക്കാം. ഭരണഘടന അധികാര വിഭജനം നടത്തിയിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിങ്ങനെയാണ്. നമുക്കറിയാം അല്ലേ? യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെയാണ് അധികാര വിഭജനം നമ്മുടെ ഭരണഘടനയിൽ നടത്തിയിട്ടുള്ളത്. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളെല്ലാം യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അതുപോലെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്ക് നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന സർക്കാരുമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പൊതുവായ താല്പര്യങ്ങളുള്ള വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത്. ഭരണഘടനയിൽ ഈ 3 ലിസ്റ്റുകളെ പറ്റിയും പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 246. 246 ഈ യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ സംസ്ഥാന ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റിനെ കുറിച്ചെല്ലാം പ്രതിപാദിച്ചിട്ടുള്ളത് ഏതാണ്? ആർട്ടിക്കിൾ 246. അതിൻ്റെ പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത് 7. നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 12 പട്ടികകളാണ് ഉള്ളത്. അതിൽ 7ാം പട്ടികയിലാണ് നമ്മുടെ ഈ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി ഈ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പാർലമെന്റിന് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, അല്ലെ കേന്ദ്ര സർക്കാരിന് മാത്രം നിയമനിർമ്മാണം അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രതിരോധം, ആണവോർജം, വിദേശകാര്യം, ബാങ്കിങ്, വ്യോമയാനം, അതുപോലെ നാണയ വ്യവസ്ഥകൾ, റെയിൽ ഗതാഗതം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര ലിസ്റ്റിലാണ്. കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലുള്ള കാര്യങ്ങളെന്ന് ഓർത്ത് വയ്ക്കുക. പൗരത്വം, UPSC, പിന്നെ കസ്റ്റംസ് തീരുവ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം അത് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. കാനഡയിൽ നിന്ന് കടമെടുത്ത ആശയമാണ് അല്ലേ? ഇനി അടുത്തത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അതും കാനഡയിൽ നിന്ന് തന്നെയാണ്. ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം ഇതാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഒരു ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഏതാണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഈ കൺകറന്റ് ലിസ്റ്റ് തന്നെയാണ് സംയുക്ത ലിസ്റ്റ് എന്നും കൂടി പറയുന്നത്. ഓക്കെ, അവ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്ക സമ്പ്രദായം, വന്യമൃഗങ്ങൾ, പക്ഷികൾ, അതുപോലെ തന്നെ കോടതികളുടെ രൂപീകരണം. ഓക്കെ, ഇങ്ങനെ 5 കാര്യങ്ങളാണ് എന്ത് ചെയ്തത്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, പിന്നെ അളവ് തൂക്കം, അതുപോലെ വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, നീതിന്യായ ഭരണം അഥവാ കോടതികളുടെ രൂപീകരണം, അല്ലെ? ഈ 5 കാര്യങ്ങളാണ് മാറ്റിയെന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കുക. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? പോലീസ്, തദ്ദേശ സ്വയംഭരണം, കൃഷി, ജലസേചനം, ഗതാഗതം, പിന്നെ ജയില്, പഞ്ചായത്ത് രാജ്, പിന്നെ മത്സ്യബന്ധനം, മദ്യം, പിന്നെന്താ വരുന്നത്? ചൂതുകളി, കാർഷിക വരുമാന നികുതി, തദ്ദേശ സ്വയംഭരണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഇനി സംയുക്ത ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഏതൊക്കെ കാര്യങ്ങളാണ്? ഈ മാറ്റിയ സ്റ്റേറ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ 5 കാര്യങ്ങൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൂടാതെ വിവാഹം, വിവാഹമോചനം, വൈദ്യുതി,
ട്രേഡ് യൂണിയനുകൾ, പിന്നെ കുടുംബാസൂത്രണം, ജനസംഖ്യാ നിയന്ത്രണം, മായം ചേർക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം സംയുക്ത ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിലേക്കാണ് വരുന്നത്. ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തത്? ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇനി മറ്റൊരെണ്ണമാണ് അവശിഷ്ടാധികാരം അല്ലെങ്കിൽ റെസിഡറി പവേഴ്സ്. ആർട്ടിക്കിൾ 248 റെസിഡറി പവേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഭരണഘടനയുടെ ലിസ്റ്റിൽ ഈ 3 ലിസ്റ്റിൽ യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, അതുപോലെ കൺകറന്റ് ലിസ്റ്റ്, ഇതിൽ 3 ഉൾപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങളെയെല്ലാം കൈകാര്യം ചെയ്യാനുള്ള അധികാരമാണ് ഈ അവശിഷ്ട അധികാരങ്ങളിൽ പറയുന്നത്. ഈ അവശിഷ്ട അധികാരത്തിന് ഉദാഹരണമായിട്ടാണ് സൈബർ നിയമം നമ്മൾ പഠിക്കുന്നത്. സൈബർ നിയമം. ഓക്കെ, അവശിഷ്ട അധികാരം എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. ഭരണഘടനയുടെ ഈ പറഞ്ഞ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് എന്താണ്? സൈബർ നിയമമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ അവശിഷ്ട അധികാരങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായ വിശദീകരണം അല്ലാത്തത്? അത് ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ അടങ്ങിയിരിക്കുന്നു. 7ാമത്തെ ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ പാർലമെന്റ് പാസാക്കിയ നിയമവുമായി എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ സംസ്ഥാന നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. ആ പ്രസ്താവന തെറ്റാണ്. കാരണം പാർലമെന്റ് പാസാക്കിയ നിയമവുമായിട്ട് എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ട് സംസ്ഥാന നിയമങ്ങൾക്ക് എന്ന് പറയുമ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ എന്ത് ചെയ്യാം? കേന്ദ്ര സർക്കാരിനും അതുപോലെ സംസ്ഥാന സർക്കാരിനും നിയമം നിർമ്മിക്കാം. പക്ഷേ കേന്ദ്ര സർക്കാർ നിയമിച്ച നിയമത്തിന്മേൽ സംസ്ഥാന സർക്കാരിൽ നിർമ്മിച്ച നിയമത്തിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ നിലനിൽക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഈ ബി എന്ന പോയിന്റ് തെറ്റ്. അതുപോലെ ഈ വിതരണ പദ്ധതി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ശരിയാണ്. എൻട്രി 20A ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും 1976 കൺകറന്റ് ലിസ്റ്റിൽ പുതുതായി ഉൾപ്പെടുത്തിയ വിഷയമായിരുന്നു. 1976 ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്നും കൂടി ഓർത്തു വയ്ക്കുക. അത്രയാണ് ഈ ഭാഗത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.